നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് റിലേഷൻഷിപ്പ് റീഡിംഗിലേക്ക് കടക്കാം. ഞാൻ ഗൈഡൻസ് മെസ്സേജ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ഓക്കെ, ഇന്നത്തെ ഗൈഡൻസ് മെസ്സേജസ് പ്ലീസ് കാണാൻ ശ്രമിക്കുക കേട്ടോ. ഒന്നുമില്ല, അതിലാണ് കുറച്ചുകൂടി ഇൻഫർമേഷൻ ഉണ്ടാവുക, അതുകൊണ്ടാണ്. ഓക്കെ, എനിവേ, ഇപ്പോൾ റിലേഷൻഷിപ്പ് റീഡിംഗിൽ ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് ഓക്കെ, ഇന്ന് മനസ്സിൽ വന്ന ക്വസ്റ്റ്യൻ. ഇത് ചിലപ്പോൾ എല്ലാവർക്കും ഇന്ന് അധികം ഇതുണ്ടാവില്ല. ഇത് തേർഡ് പാർട്ടി റീഡിംഗ് ആണ്. ഓക്കെ, തേർഡ് പാർട്ടി എന്ന് വെച്ചാൽ ഓക്കെ, അതിപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി ആണെങ്കിലും നിങ്ങൾക്ക് കാണാം കേട്ടോ. ഫാമിലി എതിർപ്പ് അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, കുഴപ്പമില്ല. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ ആരെയാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആ വ്യക്തിയുടെ ലൈഫിൽ വേറൊരു തേർഡ് പാർട്ടി, അതിപ്പോൾ ആരും ആവാം, ഫ്രണ്ട്സ് ആവാം, ഇടയിൽ കോൺഫ്ലിക്റ്റ്, ഫാമിലീസ് ആവാം, അവർ മാരീഡ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളാവാം. നിങ്ങൾ സിംഗിൾസ് ആണെങ്കിൽ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വേറെ എക്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും തേർഡ് പാർട്ടി ഉണ്ട് എന്ന രീതിക്കൊക്കെ എടുക്കാം. ഓക്കെ, സോ അങ്ങനെ ഒരു തേർഡ് പാർട്ടി എനർജി, അത് ഈവൻ ഫാമിലി ആവാം. ഫാമിലി നിങ്ങൾ സീക്രട്ടായിട്ട് ഫാമിലി അറിയാതെ നിങ്ങൾ കൊണ്ട് നടക്കുകയാണെങ്കിൽ ഓക്കെ, ഫാമിലിയും ആവാം. ഓക്കെ, അല്ലെങ്കിൽ ഫാമിലി എതിർത്തിട്ടും നിങ്ങൾ റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്ന അങ്ങനെ മീൻസ് ഓക്കെ, ഞാൻ പറയാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കുറിച്ച് തേർഡ് പാർട്ടിക്ക് അറിയാമോ എന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, തേർഡ് പാർട്ടിക്ക് നിങ്ങളെക്കുറിച്ച് അറിയോ, ആൻഡ് അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ലൈക്ക് നിങ്ങളെക്കുറിച്ച് എന്താ അവർ ചിന്തിക്കുന്നത് എന്ന് നോക്കാം. തേർഡ് പാർട്ടി, ഓക്കെ, തേർഡ് പാർട്ടി നിങ്ങളെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത് അവർക്ക് അറിയുമെങ്കിൽ. ഓക്കെ, അറിയാത്തവരാണെങ്കിലും ചിലപ്പോൾ ഡൗട്ട് ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് ഡൗട്ട് ഉണ്ടോ, ആൻഡ് അവരുടെ മനസ്സിൽ എന്താണ് സിറ്റുവേഷനെ കുറിച്ച് അവർ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ തേർഡ് പാർട്ടിക്ക് നിങ്ങളെക്കുറിച്ച് അറിയോ, ആൻഡ് അവരെന്താ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നോക്കാം. അറിയുമെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിലും ജസ്റ്റ് സിറ്റുവേഷൻ പറയാം, രണ്ട് സിറ്റുവേഷനും പറയാം. ഓക്കെ, സോ തേർഡ് പാർട്ടി ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ആരും ആവാം, ഫാമിലി ആവാം, മാരീഡ് ആവാം, സിംഗിൾസ് ആണെങ്കിൽ വേറെ അവർക്ക് റിലേഷൻഷിപ്പ് എന്ന രീതിക്ക് പറയാം, മാരീഡ് ആവാൻ പോകുന്നു എന്ന് പറയാം, അങ്ങനെ എന്ത് കാര്യങ്ങളും ആവാം. ഓക്കെ, തേർഡ് പാർട്ടിക്ക് നിങ്ങളെക്കുറിച്ച് അറിയോ, ആൻഡ് അവർ നിങ്ങളെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത്, തേർഡ് പാർട്ടി നിങ്ങളെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ. Okay, last time. Four of Pentacles. Okay. Seven of Swords. പറയാം. Chariot. Four of Wands. Three of Pentacles. King of Swords, King of Wands ഇവിടെ ഉണ്ട്, ഞാൻ വെക്കുന്നു. ഓക്കെ, തേർഡ് പാർട്ടിക്ക് ഓക്കെ, ആദ്യം ഇവിടെ ഈ ഒരു കാര്യം പറയാം. തേർഡ് പാർട്ടിക്ക് നിങ്ങളെ അറിയാം എന്നുള്ള കാര്യം. അറിയാം എന്ന് വെച്ചാൽ മേ ബി ആരാന്ന് അവർക്ക് അറിയില്ല. ഓക്കെ, അതായത് കുറച്ച് പേർക്ക് നിങ്ങൾ ആരാണ് എന്നുള്ളതും അറിയായിരിക്കും. കുറച്ച് പേർക്ക് ഡൗട്ടായിരിക്കാം. എന്തോ അവർ, അതായത് നിങ്ങളുടെ പേഴ്സൺ എന്തോ ഹൈഡ് ചെയ്യുന്നുണ്ട്, എന്തോ ചീറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം മറയ്ക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് ഡൗട്ട് ഉണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി മാരീഡ് ആയിരിക്കാം ഞാൻ പറഞ്ഞ പോലെ. ഓക്കെ, ഇവിടെ മോസ്റ്റ്ലി മാരീഡ് മാത്രമല്ല, മേ ബി മാരേജ് ഫിക്സ് ആയി കാണാം നിങ്ങളുടെ പേഴ്സൻ്റെ. ഓക്കെ, ആ തേർഡ് പാർട്ടിയുമായിട്ട് മാരേജ് ഫിക്സ് ആയി കാണാം, അല്ലെങ്കിൽ ഓൾറെഡി മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയും ആവാം, ആയിക്കൂടാന്നില്ല അവിടെ, അതും പറയാം. സോ ഓക്കെ, ചാരിയറ്റ് കാർഡാണ്. ഞാൻ എന്താന്നുള്ളതൊന്ന് ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം തേർഡ് പാർട്ടിക്ക് അറിയാം. ഓക്കെ, അതായത് ഓക്കെ, യെസ്, ഓക്കെ, ഞാൻ ക്ലാരിറ്റി എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല ഇതിനെ ഞാൻ എന്താ പറയേണ്ടത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ രണ്ട് ഭാഗത്തേക്ക് ഡിവൈഡഡ് ആണ് എന്നുള്ളത് അവർക്കറിയാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്, ദാറ്റ് അവർക്ക് ഏത് ഭാഗത്തേക്ക് പോകണം എന്നുള്ളത് ചിന്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തേർഡ് പാർട്ടി വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അവർ മാരീഡ്, മേ ബി മാരേജിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ചിന്തിക്കുന്നതായിരിക്കാം. പേഴ്സണ് ലൈക്ക് നിങ്ങളെ ചൂസ് ചെയ്യണോ അതോ തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്യണോ എന്നുള്ള ചിന്തയായിരിക്കും. മീൻസ് ആ ഒരു കാര്യം തേർഡ് പാർട്ടി അങ്ങനെയാണ് നിങ്ങളെ കാണുന്നത്. തേർഡ് പാർട്ടിയുടെ അറിയാം ദാറ്റ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്, രണ്ട് വ്യക്തികൾ അവരുടെ ലൈഫിലുണ്ട് എന്നുള്ള കാര്യം തേർഡ് പാർട്ടിക്ക് ഉറപ്പാണ്. തേർഡ് പാർട്ടി കാർഡ് ഉണ്ട് ഇവിടെ, ചീറ്റിംഗ് കാർഡ് ഉണ്ട്, ഹൈഡിങ് കാർഡ് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി യെസ്, തേർഡ് പാർട്ടിക്ക് ഡൗട്ട് ഉണ്ട്. ഓക്കെ, ഇവിടെ രണ്ട് എനർജി വന്നിട്ടുണ്ട്. സോ ഞാൻ ജസ്റ്റ് അതൊന്ന് പിക്ക് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, രണ്ട് പേഴ്സൺ ഉണ്ട് എന്നുള്ള കാര്യം തേർഡ് പാർട്ടിക്ക് ഉറപ്പാണ്. ആക്ച്വലി ഇതിവിടെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഞാൻ എടുത്തു വെച്ചു. രണ്ട് എനർജി കിട്ടിയതുകൊണ്ട് ഞാൻ വെച്ചു എന്ന് മാത്രം കേട്ടോ. തേർഡ് പാർട്ടി ഒരു ക്ലാരിറ്റി അല്ല, എന്താ പറയുക, ക്ലാരിഫിക്കേഷൻ കിട്ടിയതാണ്. ഓക്കെ, തേർഡ് പാർട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ പേഴ്സണുമായിട്ട് എന്താ കണക്ഷൻ എന്നാണ് ചിന്തിക്കുന്നത്. അവർക്ക് എന്താ തോന്നുന്നത്, നിങ്ങളെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത്. ഓക്കെ, wow, okay.
നിങ്ങളുടെ പേരിൽ തേർഡ് പാർട്ടിയുമായിട്ട് വഴക്കുകളുണ്ട്. യെസ് 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 ഓക്കെ. നിങ്ങളുടെ പേരിൽ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായിട്ട് വഴക്ക് വന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ആരാണ് എന്ന് അറിഞ്ഞിട്ടാവണം എന്നില്ല. ഓക്കെ, കാരണം ഇവിടെ ഒരു ഹൈഡിങ് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ മേ ബി അവർക്ക് ക്ലിയർ ആയിരിക്കില്ല ആരാണ് എന്നുള്ളത്. ചിലപ്പോൾ അവർക്ക് ക്ലിയർ ആയിരിക്കില്ല. ചോദിച്ചു കാണാം നിങ്ങളുടെ പേഴ്സണിനോട് ആരാണ് എന്നുള്ളത്. മേ ബി പേഴ്സൺ തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. ബട്ട് നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് നന്നായിട്ട് അറിയാം ദാറ്റ് നിങ്ങളോടാണ് പേഴ്സണിന് സ്നേഹം എന്നുള്ളത്. പേഴ്സൻ്റെ മനസ്സിൽ എവിടെയോ നിങ്ങളോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്, എവിടെയോ ഒരു ഇഷ്ടമുണ്ട്, ഒരു സ്നേഹമുണ്ട്. അല്ലെങ്കിൽ അവർക്കറിയാം ദാറ്റ് ആക്ച്വലി നേരത്തെ വന്ന കാർഡ് കിങ് ഓഫ് സോർഡ്സ് ആൻഡ് കിങ് ഓഫ് വാണ്ട്സ് ആയിരുന്നു. അതായത് അവർക്ക് പേഴ്സൻ്റെ എനർജി അവർ പിക്ക് ചെയ്യുന്ന അവരുമായിട്ട് ലൈക്ക് തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഒരു സോർഡ്സ് എനർജിയാണ്. സോർഡ്സ് എനർജി എന്ന് പറഞ്ഞാൽ അവിടെ കോൺഫ്ലിക്റ്റ് കാര്യങ്ങൾ ആക്ച്വലി ഇവിടെ കാണുന്നുണ്ട്, കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട്. ബട്ട് നിങ്ങളുമായിട്ടുള്ള എനർജി ഒരു അട്രാക്ഷൻ അവർക്ക് വേറെ ആരോടോ ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് വളരെ ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ തേർഡ് പാർട്ടി അതും സ്നേഹം എന്ന രീതിക്കാണ് കാണുന്നത് കേട്ടോ. സോ വളരെ ലൈക്ക് മൈ ഗോഡ്, തേർഡ് പാർട്ടിക്ക് നന്നായിട്ട് അറിയാം തേർഡ് പാർട്ടിയോട് സ്നേഹമില്ല, ഓക്കെ, തേർഡ് പാർട്ടിയോട് ഫീലിങ്സ് ഇല്ല എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് തേർഡ് പാർട്ടിക്ക് അറിയാം. ഓക്കെ, അത് തുറന്നു പറഞ്ഞാലും ഇല്ലെങ്കിലും ഓക്കെ അവരുടെ മനസ്സിൽ നല്ല ഡൗട്ട് ഉണ്ട് വേറെ ആരോടോ ഇഷ്ടമുണ്ട് എന്നുള്ളത് തേർഡ് പാർട്ടിക്ക് അറിയാം. ആൻഡ് ഇവിടെ പേഴ്സൻ്റെ മൈൻഡ് കൺഫ്യൂസ്ഡ് ആണ്, ലൈക്ക് രണ്ട് ചോയ്സിൻ്റെ ഇടയിൽ കൺഫ്യൂസ്ഡ് ആണ് എന്നുള്ളത് തേർഡ് പാർട്ടിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ഇപ്പോൾ പേഴ്സൺ ഇത് കണ്ടു, ചാരിറ്റിന്റെ താഴെയാണ് ഹാങ്മാൻ വന്നിരിക്കുന്നത്. ചാരിറ്റ് പറയുമ്പോൾ നമ്മൾ മൂവ്മെന്റ് എന്നാണ് ഉദ്ദേശിക്കാറ്. സാധാരണ മുന്നോട്ട് പോകുന്നു, അങ്ങനെ തീരുമാനം എടുക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. ബട്ട് ഇവിടെ സ്റ്റക്കാണ്. നിങ്ങളുടെ പേഴ്സൺ സ്റ്റക്കാണ് എന്നുള്ളത് തേർഡ് പാർട്ടി ആക്ച്വലി സ്റ്റക്കാക്കി വെക്കുകയാണ് വേണം വെച്ചിട്ട്. ഓക്കെ, തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിനെ പെടുത്തി വെക്കുകയാണെന്ന് പറയാം. എനിക്ക് അനങ്ങാൻ വിടാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. സോ മാരേജ് ഒക്കെ ആണെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെന്റ് പേരൊക്കെ പറഞ്ഞ് അവർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം, വഴക്ക് വരുന്നുണ്ടാവും. അവർ തമ്മിൽ കോൺഫ്ലിക്റ്റ് വന്നാൽ പോലും അവർ വിട്ടുകളയാൻ തയ്യാറല്ല. എനിക്ക് അവർ പേഴ്സണിനെ വിട്ട് കളയാൻ അവർ തയ്യാറായിരിക്കില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. കാരണം ആ ഒരു കമ്മിറ്റ്മെന്റ് പേരിൽ അവർ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. 3 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. അവർ എങ്ങനെ റിലേഷൻഷിപ്പ് അവർ വിടുന്നില്ല. ഓക്കെ, റിലേഷൻഷിപ്പ് അവർ വിട്ട് കളയുന്നില്ല. അവർ അവിടെ തേർഡ് പാർട്ടി ആയിട്ട് പിടിച്ച് നിൽക്കുകയാണ് അവർ. എനിക്ക് അതിൻ്റെ ഇവിടെ ഡബിൾ എനർജിയാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സണിനെ ബ്ലാക്ക് മാജിക് യൂസ് ചെയ്ത് ചിലപ്പോൾ കൺട്രോൾ ചെയ്ത് കാണാം. എനിക്ക് അവർ സ്റ്റക്കാക്കി നിർത്തി കാണാം. കുറച്ച് പേർക്ക് കേട്ടോ, എല്ലാവർക്കും ഒന്നുമല്ല, എന്നാലും പറയുന്നു എന്ന് മാത്രം. ഓക്കെ, കാരണം ഇവിടെ ചില ഒരുപാട് കാര്യങ്ങൾ മറിഞ്ഞിരിക്കുന്നുണ്ടെന്ന് അവർക്കറിയാം. ഇവിടെ എന്തൊക്കെയോ സീക്രട്സ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സന്റെ മൈൻഡിൽ സീക്രട്ട് ഉണ്ട് എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ആൻഡ് ഇവിടെ ടവർ കാർഡ് കാണുന്നുണ്ട് അവർക്ക്. പക്ഷേ ടവർ ആൻഡ് 8 ഓഫ് കപ്സ് ആണ്. ശരിക്കും ഇവർ ഐ തിങ്ക് തേർഡ് പാർട്ടിക്ക് ഇപ്പം നിങ്ങളെക്കുറിച്ച് ശരിക്കും അറിയുകയാണെങ്കിൽ അവർ തമ്മിൽ വഴക്കുണ്ടായിട്ട് ഐ തിങ്ക് പിരിയുന്ന ഒരു അവസ്ഥ വരെ ഇവിടെ കാണുന്നുണ്ട് എനിക്ക്. അത് പിരിയോ എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു ലെവൽ വരെ അവർ പോയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഉള്ളത് നിങ്ങൾ ആരാണ് എന്നൊക്കെ അവർക്ക് വളരെ ക്ലിയർ ആയിട്ട് ശരിക്കും നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടം പറയുകയാണെങ്കിൽ അവിടെ അവരത് വഴക്ക് വരെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അവർ തമ്മിലൊരു പിരിയൽ, സെപ്പറേഷൻ, വിട്ടുപോകൽ എന്ന രീതിക്ക് വരെ വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഐ തിങ്ക് എവിടെയോ ബ്ലാക്ക് മാജിക് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ യൂസ് ചെയ്തിട്ടായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ തേർഡ് പാർട്ടി പേഴ്സണിനെ പിടിച്ച് നിർത്തുക തന്നെയാണ്. ഓക്കെ, നിങ്ങളുടെ അടുത്തേക്ക് വരാതെ തീരുമാനം എടുക്കാൻ വിടാതെ ആള് പിടിച്ച് നിർത്തുക തന്നെയാണ്. ഓക്കെ, ആളുടെ മൈൻഡ് ക്ലൗഡാക്കി വെക്കുന്നുണ്ട് എന്നും എനിക്ക് തോന്നി. സാധാരണ ബ്ലാക്ക് മാജിക്കിന്റെ എനർജി പറഞ്ഞത്, ബ്ലാക്ക് മാജിക് എനർജി ഉണ്ടെങ്കിൽ പേഴ്സന്റെ മൈൻഡ് ഒരു തീരുമാനം എടുക്കാൻ അവർക്ക് സാധിക്കില്ല. ചില കാര്യങ്ങൾ അവർക്ക് ഡിസൈഡ് ചെയ്യാൻ സാധിക്കില്ല. അവരുടെ മനസ്സെവിടെയോ എപ്പോഴും തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ പെട്ട് കളിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം അത് ചിലപ്പോൾ ബ്ലാക്ക് മാജിക്കിന്റെ എനർജി ആയിരിക്കും. പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ പേഴ്സൺ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടാവാം പേഴ്സണിനെ. എന്നിട്ട് അങ്ങനെ വിട്ടുപോയി കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ലൈക്ക് എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടാവാം. ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ഉണ്ടാവാം. ഫാമിലി ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെയൊക്കെ വെച്ചിട്ടൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടാവാം. ഫാമിലി ഈവൻ പാരൻസ് ആണെങ്കിലും. ഓക്കെ, പാരൻസിന്റെ കാര്യം പറയാം. പാരൻസ് ആണെങ്കിലും ചിലപ്പോൾ അവർ പറയും എന്നിട്ട് അങ്ങനെ വേറെ റിലേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ നീ ഇവിടെ പൊയ്ക്കോ എന്ന് പറയുന്നുണ്ടാവാം. ലൈക്ക് തിരിച്ച് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറയും. അങ്ങനെ അത്തരത്തിൽ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലും കാര്യങ്ങളും എല്ലാ തരത്തിലും മേ ബി ബ്ലാക്ക് മാജിക് യൂസ് ചെയ്തിട്ട് പ്രാർത്ഥിച്ചിട്ടായാലും നിങ്ങളിൽ നിന്ന് മാറ്റാനും ചിലപ്പോൾ പാരൻസ് ഒക്കെ ആണെങ്കിൽ ശ്രമിക്കുന്നുണ്ടാവാം. ഓക്കെ, സോ കുറച്ച് കാർഡ്സ് കൂടി എടുക്കാം. ക്വീൻ ഓഫ് പെന്റിക്കിൾസ്, യെസ്, ഫാമിലി കാർഡാണ് കാണുന്നത്. സോ നിങ്ങളുടെ പേഴ്സണിനെ ഞാൻ പറഞ്ഞ പോലെ പേഴ്സൺ കമ്മിറ്റ്മെന്റിൽ പെട്ട് നിൽക്കുകയാണ്. ഓക്കെ, അത് മാരീഡ് തന്നെയാണ് കൂടുതലും, അല്ലെങ്കിൽ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് എന്ന രീതിക്ക് പറയാം. മാരേജ് വരാൻ പോകുന്നു എന്ന് പറയാം. ചിലപ്പോൾ ഫാമിലി തീരുമാനിച്ച വിവാഹം വല്ലതും ആയിരിക്കാം, അങ്ങനെയാവാം. ഓക്കെ, അങ്ങനെ കുറെ സിംഗിൾസ് ഒക്കെ ആണെങ്കിൽ മാരേജ് ഫിക്സ് ആക്കി കാണാം, പാരൻസ് നിർബന്ധിച്ചിട്ട്. ഓക്കെ, അങ്ങനെയാവാം. ഇതൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ആണ് എന്ന രീതിക്കാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സന്റെ ഫീലിങ്സ് കൂടി ഒന്ന് എടുക്കാം. എനിക്ക് ഈ ഡെക്ക് യൂസ് ചെയ്യാൻ മനസ്സ് വരുന്നില്ല.
തേർഡ് പാർട്ടിയുടെ എനർജി എടുത്തല്ലേ, അപ്പോൾ വേണ്ട, നമുക്ക് വേറെ ഡെക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങളോടുള്ള ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്താ ചിന്തിക്കുന്നത് നോക്കാം. അഗൈൻ Ace of Wands. Hangman. God, 6. തേർഡ് പാർട്ടി കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണിനെ. ഓക്കെ, അത് നല്ലോണം ഇവിടെ ഒബ്വിയസ് ആണ്. ഓക്കെ, തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ ശരിക്കും നിങ്ങളോടാണ് സ്നേഹം, നിങ്ങളുടെ പേഴ്സണിന്. ഓക്കെ, ലവേഴ്സ് എനർജി ഉണ്ട്. തേർഡ് പാർട്ടിക്ക് അറിയാം ഈ കാര്യങ്ങൾ. ഓക്കെ, തേർഡ് പാർട്ടിക്ക് അറിയാം നിങ്ങളെ മറക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം വേണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അവരുടെ ലൈഫിൽ ശരിക്കും അവർ തേർഡ് പാർട്ടിയെ വിട്ടുമാറി നിങ്ങളുടെ അടുത്തേക്ക് വരണം, നിങ്ങളുമായിട്ടൊരു പാഷനേറ്റ് ആയിട്ടൊരു തുടക്കം വേണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് യൂണിയൻ വേണം, നിങ്ങളെ യൂണിയൻ വേണം, വട്ട് എവർ, മാരേജ് വേണം, അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് വേണം. നിങ്ങളുമായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നോ കോണ്ടാക്ട് ഒക്കെ ആണെങ്കിൽ, സെപ്പറേഷനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ അവർ പെട്ട് നിൽക്കുകയാണ്. ഓക്കെ, കോണ്ടാക്ട് ഉള്ളവർക്കാണെങ്കിൽ ഓക്കെ നിങ്ങളുമായിട്ട് ശരിക്കും അവർ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ബട്ട് തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് ഐ തിങ്ക് വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ഫീലിങ്സ് വൈസ് യെസ് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, തേർഡ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഇവിടെ ഹൈ പ്രീസ്റ്റസ് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് നല്ലോണം ഉണ്ട് ഇവിടെ. ഓക്കെ, തേർഡ് പാർട്ടിയുടെ 10 of Swords. ഓക്കെ, ജസ്റ്റ് തേർഡ് പാർട്ടി എന്തെങ്കിലും ചെയ്യുമോ എന്ന് നമുക്ക് നോക്കാം. ആക്ച്വലി ഓക്കെ, ഇടയ്ക്ക് യൂസ് ചെയ്യാം. തേർഡ് പാർട്ടി ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത് നോക്കാം നമുക്ക്. ഓക്കെ, തേർഡ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ആക്ഷൻ എന്തായിരിക്കും ഈ റിലേഷൻഷിപ്പിൽ, അവരുടെ റിലേഷൻഷിപ്പിൽ, പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടി എന്ത് ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് Knight of Swords, Princess of Wands, Wheel of Fortune, 5 Cups, 9 Cups, Pentacles. നിങ്ങളെ തമ്മിൽ അകറ്റാനുള്ള മാക്സിമം ശ്രമിക്കും തേർഡ് പാർട്ടി. ഓക്കെ, നിങ്ങളെ തമ്മിൽ അകറ്റി വെക്കാൻ മാക്സിമം ശ്രമിക്കും എന്നാണ് എനിക്ക് കാണുന്നത്. ഫാമിലിയുടെ ഒരു ബർഡൻ എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ആ റെസ്പോൺസിബിലിറ്റിയിൽ അവർ പെടുത്തി വെക്കും. ഓക്കെ, നിങ്ങൾ തമ്മിൽ എങ്ങനെയെങ്കിലും അവർ ഒരു കണക്ഷൻ നിങ്ങൾ തമ്മിൽ ബ്രേക്ക് ആക്കാനുള്ളതെല്ലാം അവർ ശ്രമിക്കും എന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. അറിയുമെങ്കിൽ, നല്ലോണം അറിയുമെങ്കിൽ, ഈവൻ അറിയാതെ ആണെങ്കിൽ കൂടി, ഡൗട്ട് ആണെങ്കിൽ കൂടി, ഓക്കെ, നിങ്ങളുടെ പേഴ്സണിനെ നിങ്ങളുമായിട്ട് ഇവിടെ പ്രിൻസസ് ഓഫ് വാൻസ് നമ്മൾ വെയിറ്റിംഗ് പോലെയാണ്. ഈ പിക്ചർ കണ്ടറിയാം. ഓക്കെ, കാത്തിരിക്കുന്ന പോലെയാണ്. ഓക്കെ, നിങ്ങൾ ഐ തിങ്ക് കാത്തിരിക്കേണ്ടി വരും. ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സണിനെ ഇവിടെ മെസ്സേജ് അയക്കുന്ന ഒരു കാർഡ് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, മെസ്സേജ് വരാനുള്ള സാധ്യത പറഞ്ഞു. പക്ഷേ മേ ബി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. കാരണം നിങ്ങളുടെ പേഴ്സണിനെ ഐ തിങ്ക് കർമ്മയുടെ കാര്യം പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു കടമകൾ എന്ന് പറഞ്ഞിട്ട്, ഓക്കെ, ഫാമിലി നഷ്ടപ്പെടും എന്ന രീതിയിൽ ചിലപ്പോൾ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ആയിരിക്കാം അത്തരത്തിൽ. ഓക്കെ, ഫാമിലി എന്നുള്ള കാര്യം വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്, ഒരു ബേർഡൻ എന്ന ലെവലിൽ കാണുന്നുണ്ട്. സോ പേഴ്സൺ തേർഡ് പാർട്ടി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഐ തിങ്ക് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ്, നിങ്ങളുടെ പേഴ്സണിനെ ഈ ഒരു പേരിൽ, ഓക്കെ, ഫാമിലിയുടെ പേരിൽ, അല്ലെങ്കിൽ കടമയുടെ പേരിൽ, അല്ലെങ്കിൽ ഒരു ബാധ്യത എന്ത് തന്നെയായാലും, ഓക്കെ, അത്തരത്തിൽ നിങ്ങളുടെ പേഴ്സണിനെ പിടിച്ചു വെക്കാനുള്ള സാധ്യതയാണ്. ഓക്കെ, നിങ്ങളിൽ നിന്ന് മാക്സിമം അകറ്റാൻ നോക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് കണക്ഷൻ ആണ്. ഓക്കെ, ഇത് എൻ്റെ ഒന്നും ആവില്ല. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾ തമ്മിൽ എന്ത് തന്നെ സിറ്റുവേഷൻ വന്നാലും, ആരകറ്റാൻ നോക്കിയാലും, ഓക്കെ, നിങ്ങൾ തമ്മിൽ അകലാനൊന്നും പോകുന്നില്ല. ഓക്കെ, കാരണം നിങ്ങൾ തമ്മിൽ അത്ര സ്ട്രോങ് കണക്ഷനാണ്. നമ്മൾ നേരത്തെ ലവേഴ്സ് കാർഡ് കണ്ടു, 2 of Cups ഉണ്ട്, സോൾമേറ്റ് കണക്ഷനാണ്. നിങ്ങൾ തമ്മിൽ ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. ഓക്കെ, സോ എത്ര നിങ്ങളുടെ പേഴ്സണിനെ അകറ്റാൻ തേർഡ് പാർട്ടി ശ്രമിച്ചാലും, ഓക്കെ, നിങ്ങൾ തമ്മിൽ അങ്ങനെ ഫുള്ളായിട്ട് എൻഡായിട്ടൊന്നും പോവില്ല. ഓക്കെ, തേർഡ് പാർട്ടിക്ക് ശ്രമിക്കാം. ഓക്കെ, അവർ ശ്രമിക്കും, തീർച്ചയായിട്ടും അവർ ശ്രമിക്കുകയും ചെയ്യും. ഓക്കെ, വേറെ ഓക്കെ, സ്റ്റോക്ക് ചെയ്യുന്ന ഒരു ലക്ഷണം എനിക്ക് തോന്നിയിരുന്നു, അതുകൂടി ഞാൻ പറയാം. തേർഡ് പാർട്ടി നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവാം, പേഴ്സണിനെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവാം. സോ ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾ സൂക്ഷിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് ഗൈഡൻസ് മെസ്സേജ്, ഒരു അഡ്വൈസ് ആയിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്താ പറയുന്നതെന്ന് കൂടി നോക്കാം. നിങ്ങളുടെ ഈ ബന്ധത്തിനെ കുറിച്ച് യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്താ പറയുന്നതെന്ന് കൂടി നോക്കാം. Ace of Pentacles, ട്രൂത്ത്, എക്സ്പ്രഷൻ, റീബർത്ത്, റീയൂണിയൻ ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ, മ്യൂച്വൽ കമ്പാഷൻ, റിഗ്രറ്റ്, റിപ്രഷൻ, masculine, ഡൗട്ട്സ്. തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് നല്ലോണം ഉണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓക്കെ, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ സെപ്പറേഷൻ ഒക്കെ ആണെങ്കിൽ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. കൺട്രോൾ ടാക്ടിക്സ് ഞാൻ പറഞ്ഞില്ലേ,
ഓക്കെ, ബട്ട് എത്ര അവർ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങളുടെ ഓർമ്മകൾ പേഴ്സണൽ മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റാൻ അവർക്ക് സാധിക്കില്ല. ഓക്കെ, ഒരിക്കലും അവർക്ക് അത് സാധിക്കില്ല. അവരെത്ര എന്ത് ശ്രമിച്ചാലും ശരി, എന്ത് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും ശരി, നിങ്ങളുടെ പേഴ്സന്റെ ഹയർ സെൽഫ് ആക്ടിവേറ്റ് ആവും. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ അങ്ങനെ പിരിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ മാറ്റുന്നുണ്ടെങ്കിൽ, അകറ്റുന്നുണ്ടെങ്കിൽ, ഓക്കെ, പേഴ്സണിനെ തീർച്ചയായിട്ടും നിങ്ങളെ മിസ് ചെയ്യും. അവർ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ എന്താണെന്നുള്ളത് അവർ റിയലൈസ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ചില സമയത്ത് സെപ്പറേഷൻസ് ഒക്കെ നല്ലതാണ്. ഇങ്ങനെ ആരെങ്കിലും തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ചില സമയത്ത് നല്ലതാണെന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ അതെവിടെയോ നിങ്ങളെ തമ്മിലൊന്ന് അകൽച്ച വരും, ഒന്ന് മാറിയൊക്കെ നിൽക്കുമ്പോഴാണ് ചിലവരുടെ വാല്യൂ മനസ്സിലാവുക എന്ന് പറയും അല്ലേ. സോ ഐ തിങ്ക് ഇവിടെ ഉണ്ടാവുന്ന അതാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയും. ഓക്കെ, അവരവരുടെ ഒരു മാസ്കുലൈൻ, ഓക്കെ, മാസ്കുലൈൻ എന്ന് പറയുമ്പോൾ ഇവിടെ ആണുങ്ങൾ മാത്രമായിട്ട് എടുക്കരുത്. ഓക്കെ, ലേഡീസ് ആയാലും അവരുടെ മാസ്കുലൈൻ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്? സ്ട്രെങ്ത്, ഓക്കെ, ധൈര്യം, കാര്യങ്ങൾ അങ്ങനെ പറയാം. നിങ്ങളുടെ ലേഡീസ് ആയാലും ശരി, അവർ ധൈര്യം കൈവരിക്കും. ഓക്കെ, അവർ കുറച്ചുകൂടി ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കാൻ അവർ തയ്യാറാവും. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ. ഓക്കെ, കാരണം അവർ ഇരിക്കുന്നത് അവരെ ഇങ്ങനെ ഒരു അടക്കി ഭരിച്ച് ഇരിക്കുകയാണ്, റിപ്രഷനാണ്. ഓക്കെ, അവർക്ക് അവരുടെ ഫീലിങ്സ് തുറന്ന് പറയാനുള്ള ഇതില്ല, അല്ലെങ്കിൽ അവിടെ ഒരു സന്തോഷമില്ല എന്ന രീതിക്കൊക്കെ പറയാം. കൺട്രോൾഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അവിടെ. ഓക്കെ, ആൻഡ് ഇവിടെ ലാക്ക് ഡൗട്ട്സ്. ഓക്കെ, നിങ്ങൾ തേർഡ് പാർട്ടി ഡൗട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയാം നമുക്കിവിടെ. അങ്ങനെ എടുക്കാം ഈ സിറ്റുവേഷൻ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഓഫറുമായിട്ട് വരും, കമ്മിറ്റ്മെൻറ്റുമായിട്ട് വരും. നിങ്ങളോട് കമ്മിറ്റഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ക്വീൻ ഓഫ് കപ്സ് എനർജി ആയിരുന്നു വന്നത്. അതിനേക്കാളും ബ്യൂട്ടിഫുൾ കാർഡാണത്. ലൈക്ക് നിങ്ങളെ അത്രയും സ്നേഹത്തോ അവർക്ക് അത്രയും സ്നേഹം ഫീലിങ്സ് ആണ് നിങ്ങളോടെന്നാണ്. നിങ്ങളുമായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് അവർ വരും. അപ്പോൾ സാധിക്കുന്നവർക്ക് മാരേജ് കമ്മിറ്റ്മെൻറ്റ് തരും. അല്ലാത്തവർക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കമ്മിറ്റഡ് ആണ്, നിങ്ങളോട് വളരെ ഫെയ്ത്ത്ഫുൾ ആണ് എന്ന് നിങ്ങൾക്ക് എടുക്കാം. എനിക്ക് അവരുടെ ഫീലിങ്സ് വളരെ ജെന്വിൻ ആണ്. ട്രൂത്ത് എക്സ്പ്രഷൻ, യെസ്, പേഴ്സൺ നിങ്ങളോട് വന്നിട്ട് ചിലപ്പോൾ കാര്യങ്ങൾ തുറന്ന് പറയും. തേർഡ് പാർട്ടിയുമായിട്ടുള്ള എന്താ സിറ്റുവേഷൻ എന്നൊക്കെ തുറന്ന് പറയും. ഓക്കെ, അതിൻ്റെ ഇവിടെ റീബർത്ത് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു റിയൂണിയൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. വിന്റർ സമയമാണ് കാണുന്നത്. ഓക്കെ, ബട്ട് വിന്റർ ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വിന്റർ എന്ന് പറയാം. സോ മേ ബി ഇനി ഈ ഒരു മാസം, അടുത്ത മാസമൊക്കെ ആയിട്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ, അല്ലെങ്കിൽ അടുത്ത വിന്റർ എന്ന് എടുക്കാം. ഓക്കെ, കുറച്ച് നിങ്ങൾ ഇപ്പോൾ തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും നിങ്ങളെ തമ്മിൽ അകറ്റാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി കുറച്ച് സമയം എടുക്കാം. ഓക്കെ, ന്യൂച്ചർ ആൻഡ് കമ്പാഷൻ. അതുവരെ ഐ തിങ്ക് ഇത് നിങ്ങൾ പരസ്പരം ഐ തിങ്ക് വളരെയധികം കെയർ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. പേഴ്സൺ കാണിക്കുന്നുണ്ടാവില്ല, അതെപ്പോഴും അങ്ങനെയാണല്ലോ. ഓക്കെ, മേ ബി നിങ്ങളുടെ കെയറും കാര്യങ്ങളും അവർക്ക് ഇഷ്ടമാണ് എന്ന രീതിക്കായിരിക്കാം, നിങ്ങളുടെ പേഴ്സണിന് ഇഷ്ടമാണ് എന്ന് പറയാം. ഓക്കെ, അത് മാത്രമല്ല എനിക്ക് ഇവിടെ പറയാൻ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവനവനെ കെയർ ചെയ്യാം. ഓക്കെ, അവനവനോടൊരല്പം എന്താ പറയുക, സ്നേഹം കാണിക്കാം. ഓക്കെ, പേഴ്സൺ ഇപ്പം നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ, ഓക്കെ, അകന്നിരിക്കുകയാണ്, സെപ്പറേഷനൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് അവനവനെ ഒന്ന് കെയർ ചെയ്യുക തൽക്കാലം. ഓക്കെ, പേഴ്സൺ വരും, തിരിച്ചു വരും. നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് ഒക്കെ ആണ്, സെപ്പറേഷൻ ഒക്കെ ആണെങ്കിൽ തിരിച്ചു വരും പേഴ്സൺ. അല്ലാത്തവർക്ക് നിങ്ങളുടെ പേഴ്സൺ കുറച്ചുകൂടി ബോൾഡായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ആക്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും എന്നുണ്ട്. ഓക്കെ, കോണ്ടാക്ട് ഒക്കെ ഉണ്ടെങ്കിലും മേ ബി കുറച്ച് ഇങ്ങനെ അകന്നകന്ന് ഇടയ്ക്കിടയ്ക്ക് നിൽക്കുന്നുണ്ടാവും. അതൊക്കെ ഇത് കാരണമൊക്കെയാണ്, തേർഡ് പാർട്ടി പേടിച്ചിട്ടോ തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടോ ഒക്കെയാണ്. ഓക്കെ, ബട്ട് നിങ്ങൾ തമ്മിൽ ഓക്കെ ആവും, ശരിയാക്കാം. മീൻസ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സ്നേഹമുണ്ട് എന്ന രീതിക്ക് തന്നെയാണ് കാണുന്നത്. കമ്മിറ്റ്മെന്റ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് പ്രതീക്ഷ വയ്ക്കാം, നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ. ഓക്കെ, തേർഡ് പാർട്ടിക്ക് നിങ്ങളെ ഓക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അത് മറക്കരുത്. ഓക്കെ, കുറച്ചൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കുക. അവരുടെ ലൈഫ് അവരുടെ ആയാലും നിങ്ങളുടെ ആയാലും ഓക്കെ ഒക്കെ ശ്രദ്ധിക്കാം. ഓക്കെ, എല്ലാവർക്കും നല്ല റിസൾട്ട് ആയിരിക്കട്ടെ. നന്ദി, നമസ്കാരം.